ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഉത്സവത്തിൻ്റെ കാലമാണ് ഓണക്കാലം. കേരളത്തിലൊരു ഉത്സവമായതുകൊണ്ട് സെറ്റ് പാവാടയും സെറ്റ് സാരിയൊക്കെ ഉടുക്കുന്നത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടും ഒരു ധാവണി ഒരാൾക്ക് വേണ്ടി, ഒരു കസ്റ്റമറിന് വേണ്ടി റെഡിയാക്കുന്ന വീഡിയോ ആണിത്. ധാവണി ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ധാവണിക്ക് ആവശ്യമായ തുണി സ്കേർട്ടും വേണം, പ്ലീറ്റഡ് സ്കേർട്ടാണ്. സ്കേർട്ടും വേണം, അതിൻ്റെ മുകളിൽ കൊടുക്കാനുള്ള ധാവണി ഉപയോഗിക്കാനുള്ള സാരി പോലുള്ള ഭാഗവും വേണം. അപ്പം മൊത്തം നമുക്ക് എത്ര മീറ്റർ തുണി വേണമെന്ന് ചോദിച്ചാൽ 5.25 മീറ്ററോളം തുണി വേണം. 3 മീറ്റർ സ്കേർട്ടിനും 2.25 മീറ്റർ ധാവണിയായിട്ട് ഉപയോഗിക്കാനായിട്ടും. ഓക്കെ, ഞാനിത് മൊത്തം ഒന്നിച്ചാണ് മേടിച്ചത്. സെയിം കളർ, സെയിം തുണി തന്നെയാണ് ധാവണിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 3 മീറ്റർ ഞാൻ അതിന് മുറിച്ചെടുത്ത് സ്കേർട്ടിന് വേണ്ടിയിട്ട്. നല്ല വീതിയുള്ള സ്കേർട്ടായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇറക്കത്തിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ആവശ്യത്തിനുള്ള മുറിച്ചെടുക്കും. ഞാൻ ഇതിന് ഇവിടെ വേണ്ടി വന്നത് 38 ഇഞ്ചാണ്. അതിൽ 36 ഇഞ്ചും 2 ഇഞ്ചോളം ഞാൻ പടിയായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മടക്കി ഇട്ടതിന് ശേഷം ഇറക്കമെടുക്കുകയാണ്. അവനവന് ആവശ്യമുള്ള ഇറക്കം 38 എങ്കിൽ 38, 40 എങ്കിൽ 40, 42 കൂടുതലൊന്നും വരത്തേയില്ലേ. അത്രയും വേണം. നമുക്ക് ഇവിടെ ഞാനെടുക്കുന്നത് 36 മുതൽ 38 ഇഞ്ച് വരെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ മടക്കി ഇട്ടിരിക്കുന്നതാണ്. നമുക്കത് ആയിട്ട് വെട്ടാം, ഒന്നിച്ച് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം അതിൽ ലൈനിങ് കൂടെ ഞാൻ എടുക്കും. അടിപ്പാവാടെ അണ്ടർസ്കേർട്ട് ഉപയോഗിക്കുന്നില്ല, പകരം ലൈനിങ് ആണ് വെച്ചിരിക്കുന്നത്. ലൈനിങ് ഇതുപോലെ 3 മീറ്റർ തന്നെ, ഒരു സ്കേർട്ടിന് ആവശ്യമുള്ള ഇത് തന്നെ 3 മീറ്ററായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. 3 മീറ്ററിൽ ഈ നമ്മൾ വെട്ടി ഈ ഭാഗം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ലൈനിങ് തുണി എടുക്കുന്നു. ലൈനിങ് തുണി 3 മീറ്ററാണ് എടുത്തത്. 3 മീറ്ററിന് നമുക്ക് ഇതിൽ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുത്ത് വേണം ഇടാനായിട്ട്. അപ്പോൾ ഇതിന് 3 മീറ്റർ. ഇപ്പോൾ ഈ ലൈനിങ് തുണിക്കെന്ന് പറയുന്നത് മാക്സിമം 34 ഇഞ്ച് മാത്രമേ വീതി കാണത്തുള്ളൂ. 34, 32 കാണുള്ളൂ, അതിൽ കൂടുതൽ വീതി കാണില്ല. അപ്പം നമ്മൾ കോട്ടനാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ വീതി ഇപ്പം നമ്മൾ ഈ വീതിക്ക് പ്ലീറ്റ് ഇടാതെ ഇറക്കത്തിന് പ്ലീറ്റ് ഇട്ടു. അപ്പം ഞാൻ ഈ പീസിനെ 3 മീറ്റർ വാങ്ങിച്ച സ്കേർട്ടിനെ 3 ഞാൻ കട്ട് ചെയ്ത് 3 പീസാക്കി. 3 പീസാക്കിയിട്ട് ഓരോ സൈഡും തേരുവശം ചേർത്തു. അങ്ങനെയാണ് ഞാനകത്ത് സ്കേർട്ട് ചേർക്കുക. അല്ലെങ്കിൽ നമ്മൾ വീതിക്ക് മടക്കിയാൽ വീണ്ടും ഭയങ്കരമായിട്ടുള്ള നീളം വരും. അപ്പം പ്ലീറ്റുകൾ വന്നിട്ട് ഇങ്ങനെ ഒത്തിരി ഓവറായിട്ടുള്ള വണ്ണം തോന്നും. ഇതിപ്പോൾ എത്ര ഇറക്കം ഞാൻ എടുത്തിട്ട് 38ആണ്. വേണമെങ്കിൽ നമുക്കത്രയും ആവശ്യമില്ലല്ലോ, അടിയിൽ ഉപയോഗിക്കുന്നില്ല. അപ്പം സ്കേർട്ടിൻ്റെ അതേ ഇറക്കം വേണ്ടി വരില്ല. അതിനേക്കാളൊരു 4 ഇഞ്ച് കുറച്ച് വേണം നമ്മളിത് വെട്ടിയെടുക്കാനായിട്ട്. 3 പീസായിട്ട് നമ്മളത് ഇറക്കത്തിന് വെട്ടിയെടുത്തു. എന്നിട്ട് 3 പീസും നമ്മൾ ഒന്നിച്ച് ചേർത്തു. നമുക്ക് ഇതിൽ ഓരോ പീസുകളെടുത്ത് ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ 3 പീസും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ 1, 2, 3 പീസും ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ അകത്തെ ലൈനിങ് ഇടുമ്പോൾ അതിന് പ്ലീറ്റിനധികം വീതിയൊന്നും വേണ്ട. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഇടുപ്പ് വണ്ണം എത്ര വേണോ അത്രയും മതി. 34 ഇഞ്ചോളം ഇടുപ്പ് വണ്ണം മതി. അധികം വണ്ണമില്ലാത്ത കുട്ടിയായതുകൊണ്ട് 34 ഇഞ്ചോളം പ്ലീറ്റ് വണ്ണം മതി. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ഇതിനകത്തൊരു മെഷർമെൻ്റ് ഇല്ലാതെ ഓൾമോസ്റ്റ് ഞാനൊരു 1.5 ഇഞ്ചോളം വീതിക്കുള്ള പ്ലീറ്റിലാണ് ഇതിലിട്ടിരിക്കുന്നത്. അങ്ങനെ മൊത്തം പ്ലീറ്റ് വളരെ ഇട്ട് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ അതിൻ്റെ പാവാടയുടെ ഒറിജിനൽ ഇത് ലൈനിങ് ആണ് നമ്മളെടുത്ത്, ഇതിപ്പോൾ ഒരു തുണിയാണ്, ഇതിൽ പീസൊന്നുമില്ല, ഒറ്റ തുണിക്ക് നമ്മൾ മുറിച്ച് തരുന്നത്. അപ്പം അതിനെ നമ്മൾ 3
മടക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് 3 മടക്കിന് ഒരു 4ആയിട്ട് മടക്കിയതിന് ശേഷം 3 സൈഡിൽ അതിൻ്റെ അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എളുപ്പത്തിന്. എന്നിട്ട് അതിൻ്റെ സൈഡ് രണ്ടും നമ്മൾ അടിച്ച് ചേർക്കും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ സ്കേർട്ടിന് ഇട്ടിരിക്കുന്ന വീതി എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ച് വെച്ചാണ് ഇതൊരു വീതി. അതോട്ടും അധികം അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നോച്ചിട്ട് കൊടുത്താണ്. ആ നോച്ചിട്ട് കൊടുത്തതിൻ്റെ അവിടെ വരുമ്പോൾ ഞാൻ നോക്കും. അപ്പോൾ നമുക്ക് എത്ര 8 ഇഞ്ച് മതി ഒരു നോച്ചിട്ട് കൊടുത്ത ഭാഗത്തിന്. അപ്പോൾ 4ആയിട്ട് ഭാഗിച്ച് അപ്പോൾ ആ 4ൽ 8 മതി. 8 ഓരോ. അപ്പോൾ നമ്മളതനുസരിച്ച് നമുക്ക് പ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും മൊത്തം. എന്നിട്ട് തയ്ച്ചതിന് ശേഷം നമ്മളത് എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കണം. അളന്ന് നോക്കുമ്പോൾ നമുക്ക് 34 എത്ര നമുക്ക് ഇടുപ്പുണ്ടെന്ന് വെച്ചാൽ അത്രയും തന്നെ വേണം. അതിനേക്കാളും ഒരു ഇഞ്ചൂടെ കൂടിയിരുന്നാലും കുഴപ്പമില്ല. കാരണം ഇത് ഹുക്കല്ല വെക്കുന്നത്, ഇതിൽ വള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വള്ളി ഇട്ട് കൊടുത്താൽ മാത്രമേ സ്കേർട്ട് നമ്മൾ ഈ ധാവണി ഉടുക്കുമ്പോൾ പോകാതെ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ലൈനിങ്ങും ചേർത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിൽ 4.5 ഇഞ്ചോളം പടിക്കുള്ള ഇതെടുത്തിട്ടുണ്ട്. അത് ജോയിൻ ചെയ്യാണ്. അകത്ത് ആദ്യം തയ്ച്ച് പിടിപ്പിച്ചതിന് അകവശത്തോട്ടാണ് ചേർത്തത് ആദ്യം. എന്നിട്ട് പുറത്തേക്ക് മടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മടക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എന്താ മടക്കി കഴിഞ്ഞു. 2 സൈഡ് നമ്മളൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒത്തിരി ഇച്ചിരിയേറെ വീതിക്ക് മടക്കി അകത്തോട്ട് വെച്ചാലും മതി. ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ബെൽറ്റ് തയ്ക്കുകയാണ്. അപ്പം നമ്മൾ ബെൽറ്റ് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ ഈ ബെൽറ്റിന് ചേർക്കുന്ന തുണി ഒരിക്കലും വലിച്ചു പിടിക്കാൻ പാടില്ല. വലിച്ചു പിടിച്ചാൽ നമ്മൾ ലാസ്റ്റ് വരുന്നുണ്ടെ എങ്കോണിച്ചിരിക്കും. എങ്കോണിച്ചെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലെവലല്ലാതെ ഇതിൽ ആയിത്തീരും. അതുകൊണ്ട് നമ്മൾ വലിക്കാതെ. അപ്പോൾ ഇത്രയും വീതിക്ക് നമ്മൾ തയ്ച്ചത്. പിന്നെ വീണ്ടും നമ്മൾ തയ്ക്കുന്നുണ്ട്. എല്ലായിടും ഒരുപോലാണെന്ന് നോക്കുന്നു. വീണ്ടും ഒന്നുകൂടെ അതിൻ്റെ നമുക്ക് ഇങ്ങനെ ഞാനിതിൻ്റെ ഒരു 4 തയ്യൽ, മേളിലും 2 തയ്യൽ, താഴെയും 2 തയ്യൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ബെൽറ്റിന് തന്നെ. എന്നിട്ട് നടുക്കൂടെ ഇച്ചിരി വലിപ്പമുള്ള ഹോളിട്ടു അതിൽ കൂടെ നമ്മൾ പൈപ്പിങ് ത്രെഡ് വെക്കുന്നുണ്ട്. ഒന്നുമില്ല, ഈസി ആയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് എൻ്റെ സൈഡ് രണ്ടും ജോയിൻ ചെയ്ത് ആദ്യം നമ്മൾ നല്ല തുണിയുടെ ഭാഗം 2 സൈഡും ജോയിൻ ചെയ്യുകയാണ്. പിന്നാണ് ആദ്യം നല്ല തുണിയുടെ ഭാഗം ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് തുണിയുടെ ജോയിൻ ചെയ്യുന്നത്. ഒന്നിച്ച് ജോയിൻ ചെയ്യുകയല്ല. കാരണം ഇതിൽ വ്യത്യാസമുള്ളത് കൊണ്ട് രണ്ടായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇത്രയുള്ള ഒരു സ്കേർട്ട് തയ്ക്കാനായിട്ടുള്ള ഒരു പാട്. ഈ സ്കേർട്ടിന് എടുക്കുമ്പോൾ അതിന് എത്രയാണ് വീതിയുള്ള പ്ലീറ്റിൽ എടുക്കണം. നമ്മുടെ എടുപ്പുകൊണ്ടനുസരിച്ച് എങ്ങനെ നമ്മൾ 2 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ് എടുത്താൽ എത്ര പ്ലീറ്റുകൾ എടുക്കണം എന്നൊക്കെയുള്ളൊരു കാൽക്കുലേഷനുള്ളൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങളിതൊന്ന് സെർച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം ആ പ്ലീറ്റിൻ്റെ കാൽക്കുലേഷൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യമുള്ളവരൊന്ന് വേണ്ടി കാണുക. ഇത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അതിൽ കൊടുത്തിട്ട് ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കാണണം എന്നുള്ള ആഗ്രഹത്തോടാണല്ലോ നമ്മൾ ഓരോരുത്തരും വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ വീട്ടിൽ എടുക്കുന്ന വീഡിയോസൊക്കെ എന്തൊക്കെ വീഡിയോ യൂട്യൂബിനകത്ത് ഇടുന്നത് മറ്റുള്ളവരെ അറിയിക്കാനും കാണിക്കാനും വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല യൂട്യൂബിൽ നിന്നൊരു വരുമാനം ലഭിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിതിനൊക്കെ പ്രയത്നിക്കുന്നത് തന്നെ. ഒരു ബെനിഫിറ്റ് ഇല്ലാതെ നമ്മളാരും ഒരു കാര്യവും ചെയ്യാറില്ലല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ ഇത് പ്ലീറ്റ് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും.